ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. മൂന്നാമത്തെ ചാലഞ്ച് ടാസ്ക് നടക്കാൻ പോകുന്നത് 3 ടാസ്കുകളായിട്ടാണ്. ഇൻഡിവിജ്വൽ ആയിരുന്നു ആദ്യത്തെ ടാസ്ക്. ഡെന്നിൽ നിന്നും അർജുനും പിന്നെ പവറിൽ നിന്ന് റസ്മിനുമാണ് ആക്ടിവിറ്റി ഏരിയയിൽ പോയി ഒരു ടാസ്ക് കളിച്ചത്. പിന്നെ സാബുമോനും ശ്വേതയും രണ്ടുപേരുമാണ് ഇതിന്റെ വിധികർത്താക്കൾ. അവരും ആക്ടിവിറ്റി ഏരിയയിൽ പോയി. കിടിലൻ ഒരു ടാസ്ക് ആയിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു അർജുനും റസ്മിനും തമ്മിൽ. സ്ലാൻഡിങ് ആയിട്ടുള്ള ചെരിഞ്ഞിരിക്കുന്ന ഒരു കുഴിയുള്ള ഒരു ടേബിൾ, അതിൽ ബോളുകൾ കറക്റ്റ് ആയിട്ട് വീഴ്ത്തണം, അതായിരുന്നു ടാസ്ക്. ആര് ഏറ്റവും ആദ്യം കുഴി ഫില്ല് ചെയ്യുന്നോ അവർ ഈ ഒരു ടാസ്ക് ജയിക്കും. റസ്മിൻ ആദ്യം ലീഡിംഗ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് അർജുൻ ലീഡിംഗ് ആയി. ലാസ്റ്റ് രണ്ടുപേരും ടൈ ആവുന്ന ഒരു അവസ്ഥയായി. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ബോൾ എറിഞ്ഞ് അത് കറക്റ്റ് പോയി വീണു അർജുന്റെ. റസ്മിനും നല്ല രീതിക്ക് കളിച്ചു കേട്ടോ. ഇത് ഇല്ലാന്ന് പറഞ്ഞാൽ അത് കള്ളമായി പോകും. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു രണ്ടുപേരും തമ്മിൽ. റസ്മിൻ ജയിക്കുമെന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചത്. സാബുമോനും ഇത് പറയുന്നത് കേട്ടോ, റസ്മിൻ ജയിക്കും എന്നുള്ളൊരു കാര്യം. അങ്ങനെ ആദ്യത്തെ ടാസ്ക് ജയിച്ചത് ഡെൻ ടീമാണ്. ജിൻഡോ, അർജുൻ, ശ്രീതു എന്നിവരുടെ ടീമാണ്. ഇനി 2 ടാസ്കുകളും കൂടി ഉണ്ട്. അടുത്ത ഒരെണ്ണത്തിലും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ടാസ്ക് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും അടുത്ത ടാസ്ക് ഇൻഡിവിജ്വൽ ആയിരിക്കില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും അർജുൻ കളിച്ച് ജയിച്ചിരിക്കുകയാണ് ഡെൻ ടീമിന് വേണ്ടിയിട്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.